ദുബായ്, ബഹ്റിൻ, അമേരിക്ക, ഖത്തർ, പിന്നെന്താ ഓസ്ട്രേലിയ, അങ്ങനെ രാജ്യങ്ങളിലൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ടാസ്ക് ഞാൻ ഗൾഫിൽ ആൾക്കാരോട് ഞാൻ വെല്ലുവിളിക്കുകയാണ്. 1000 ടിക്കറ്റ് അയച്ചു തന്നില്ലെങ്കിലും സ്വന്തമായിട്ട് റിസ്കിൽ ഞാൻ സന്തോഷമായിരിക്കും പോയിരിക്കും. അപ്പൊ ഒരു ദിവസം കിട്ടുന്ന 13,500 രൂപ മുകളിലാണ്. അപ്പൊ ആകെ ആവേശം, ആകെ ഉല്ലാസം, പണം ഉണ്ടാക്കും അല്ലെങ്കിൽ പണം നഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് ബിസിനസ്, കച്ചവടം. അപ്പൊ 300 സിനിമ ഇറങ്ങുന്നുണ്ട്, 300-350 സിനിമ ഒരു വർഷം ഇറങ്ങുന്നുണ്ട്. എത്ര പടങ്ങൾ വിജയിക്കുന്നു എന്നാണ് പറയേണ്ടത്. എത്ര വിജയിക്കും? ഒരു പ്രൊഡക്ഷൻ സിനിമ ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യണ്ടേ, ഇറക്കണ്ടേ തിയേറ്ററിൽ. നല്ല കഥകൾ വരുന്നുണ്ട്, പക്ഷെ എനിക്ക് വരുന്നത് ബാഹുബലിയുള്ള സാധനങ്ങൾ. രൗദ്രം പഴശ്ശിയുടെ യുദ്ധം കമ്പനി കാണാൻ തോന്നുള്ളൂ. സി എ ഡേവിഡ് ജോൺ മാസാണ് അത്. സർപ്രൈസ് അല്ലേ? പാട്ടെ പഠിക്കും. ഉണ്ണിയേശു മണ്ണിന്ന് വന്ന ശാന്തരാത്രി, നന്മ മണ്ണിലവതരിച്ച പുണ്യരാത്രി, ഒന്നു ചേർന്ന് പാടണം ഹല്ലേലൂയ ഹല്ലേലൂയ. ഓക്കെ, നമ്മളിപ്പോ ന്യൂസ് ചാനൽ തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്യൂ ആണ്. ഇപ്പോ ആസ് എ ഒരു ആക്ടർ എന്ന നിലയിൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനത്ത് പെരേരയാണെങ്കിൽ എന്തായിരിക്കും പ്രതികരിക്കുക? നടന്നെങ്കിൽ പ്രതികരിക്കും. ഇപ്പൊ ഞാൻ പറയാം, കുറെ പേര് ആരോപണമല്ല പരാതികളായിട്ട് മുമ്പോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? രാഷ്ട്രത്തിൽ ഇതിനു മുന്നേ ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ടല്ലോ പല ആൾക്കാരെ പറ്റി. അപ്പോ ഇത് ഒരു വാർത്ത കഴിഞ്ഞാൽ അടുത്ത വാർത്ത. പക്ഷെ ഇതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള വാർത്തയാണ്. കാരണം രാഹുൽ രാട്ടൻ നാളൊരു ഇത് വന്നിട്ട് മാറിയതാണ്. പിന്നെയും ഓരോരോ. പിന്നെ ഇതിൽ പറയാനുള്ളത് ഈ ലേഡീസ് ആയിട്ടുള്ള സൗഹൃദം രാഷ്ട്രീയക്കാർ വെക്കുന്നത് നല്ലതല്ലെന്ന് പറയാം. ഓക്കെ, പമ്പയ്ക്ക് എന്താ പറയാനുള്ളത്? നമ്മളൊരു സേഫ് ഡിസ്റ്റൻസ് ഇക്കാര്യത്തിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ്. നമ്മളൊരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ പൊതുപ്രവർത്തകനാകുമ്പോൾ അതൊരു സേഫ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തു വേണം. നമ്മൾ ഓപ്പോസിറ്റ് സെക്സിലായിട്ടുള്ളവരാണെങ്കിലും സെയിം സെക്സ് ആയിട്ടുള്ളവരാണെങ്കിലും ഇൻക്ലൂസീവിറ്റിയുടെ ഒരു കാലമാണല്ലോ. സോ അത് ഫുള്ളി മെയിൻറ്റെയിൻ ചെയ്യണമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒഴിവാക്കാമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, അപ്പൊ പെരേര ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അത് എന്ത് കീഴടങ്ങുമായിരുന്നോ? നേരത്തെ തന്നെ കീഴടങ്ങുമായിരുന്നു? ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നപ്പോ തന്നെ പറയുന്നില്ല. ഓക്കെ, നമുക്ക് ആ ചോദ്യം സ്കിപ്പ് ചെയ്ത് വിടാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോം. അപ്പൊ കുറെ പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പെരേര ബിഗ് ബോസിൽ വരുന്നുണ്ട്, ആറാട്ടണ്ണൻ ബിഗ് ബോസിൽ വരുന്നുണ്ട്. ഇപ്പോ അനുമോള് കപ്പ് തൂക്കിയിരിക്കുകയാണ്. അതിലുണ്ടായിരുന്ന രണ്ടുപേരായിരുന്നു ആദില നൂറ. അപ്പൊ അവർക്കെതിരെ കുറെ ഇഷ്യൂസ് റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് രണ്ടുപേർക്ക് പറയാനുള്ളത്? ആദില നൂറ ഇഷ്യൂ ലാലേട്ടൻ പറയുമ്പോൾ എനിക്കും പറയാനുള്ളത്, അതില നൂറയും എന്റെ വീട്ടിലേക്ക് വന്നു ഞാൻ സ്വീകരിക്കും ഗസ്റ്റ് ആയിട്ട്. അത് പല രീതിയിൽ ചിന്തിക്കാം. വീട്ടിലേക്ക് 2 പെൺകുട്ടികൾ വരുന്നതിന് മറ്റേ വേറെ രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. വീട്ടുകാരുള്ളപ്പായിരിക്കും വിളിക്കുന്നത്. ഞാൻ പറഞ്ഞ പുള്ളിക്കാരത്തിന് ചില ആൾക്കാർ വീട്ടിൽ കയറ്റില്ലെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, എന്റെ വീട്ടിൽ കയറ്റി ചായ കൊടുക്കൊണ്ട് എനിക്ക് പ്രശ്നമില്ല. ഞാനിപ്പോ 2 രീതിയിലാണ് കാണുന്നത്. ഇപ്പോ ഒന്ന്, അവരുടെ സ്വന്തം സ്വാതന്ത്ര്യം, അവരാരെ സ്നേഹിക്കണം എന്നുള്ളത്. പക്ഷെ അത് എല്ലാവരും അംഗീകരിക്കണം എന്നവര് വാശി പിടിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ അവരെ നമ്മൾ ദ്രോഹിക്കുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നതും ശരിയല്ല, മാറ്റി നിർത്തുന്നതും ശരിയല്ല. ബട്ട് അവരുടെ തീരുമാനങ്ങൾ എല്ലാവരും അംഗീകരിക്കണമെന്ന് അവരുടെ കമ്മ്യൂണിറ്റി വാശി പിടിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അത് ശരിയായ ഒരു ഒപ്പീനിയൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ പോലെ തന്നെ മറ്റുള്ളവർക്കും ഒപ്പീനിയൻസ് ഉണ്ട്. സോ അത് നമ്മൾ മ്യൂച്വലി റെസ്പെക്ട് ചെയ്ത് പോയാൽ നമുക്കൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, ഇപ്പോ നേരത്തെ പറഞ്ഞല്ലോ ബിഗ് ബോസിൽ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന്. ഇപ്പോ പെരേരയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ആരൊക്കെ ഇനി അടുത്ത ബിഗ് ബോസ് സീസൺ 8 വരാനായിട്ട് സാധ്യതയുണ്ട്? വിളിച്ചാ പോവോ പെരേര? നേരത്തെ എനിക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ, പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് സെലക്ട് ആയില്ല. അതിനെപ്പറ്റി യാതൊരു വിഷമവും ഇല്ല. കാരണം പ്രസ്തുത ബിഗ് ബോസ് ഷോ ഞാൻ കണ്ടതാണ്. പണം കിട്ടുമെന്നും പറഞ്ഞ് എന്താ പറയാ ആ ഒരു കാറ്റഗറി ഓഫ് നമ്മൾ ചെയ്യുന്നതിൽ നിന്നും
ഓവറായിട്ടുള്ള കോമിക് പരിപാടികളാണ് ബിഗ് ബോസ് ഷോ നടക്കുന്നത്. അപ്പൊ അതിനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോവുള്ളൂ. കോൺഫിഡൻസ് ഉണ്ടോ? കുറവാണ്. അതെന്താ? കാരണം മുഖത്ത് ക്രീം തേക്കുക അങ്ങനെ പരിപാടികൾ കാണുന്നുണ്ട്. ക്രീം തേക്കോ? അങ്ങനെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ മറ്റേ എന്താ പറയാ മുഖം കരിവരത്തേക്ക് എന്നൊക്കെ പറയാം അതിനെ പറ്റി പറയുമ്പോ. അപ്പൊ പിന്നെ എന്താ ഓവറായിട്ട് ഭക്ഷണം തീറ്റിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഓവറായിട്ട് ഫുഡ് തീറ്റിപ്പിക്കുക? എന്തോ സ്റ്റാർ സിംഗറിലെ കണ്ടു. അത് സ്റ്റാർ സിംഗറിലല്ലേ. ഇപ്പൊ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ അത് പല ടാസ്കുകൾ തന്ന് നമുക്ക് അതിനെല്ലാം നേരിടണം. നമ്മുടെ ഭാവി എങ്ങനെയാന്ന് അറിയില്ലല്ലോ. അപ്പൊ ആ ഒരു ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ള ഒരു ചെറിയൊരു കാര്യമാണല്ലോ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും നമ്മൾക്ക് മാന്യമായിട്ടുള്ള പരിപാടികൾ നേരത്തെ എഗ്രിമെന്റ് ചെയ്തിട്ട് മാന്യമായിട്ടുള്ളതാണെങ്കിൽ മാത്രമേ നമ്മൾ പോകുള്ളൂ. വെറുതെ അകത്ത് ചെന്നിട്ട് അത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യൂലല്ലോ. അതെ. ഇപ്പോ നമുക്ക് അറിയാം അവിടെ ചെന്നിട്ട് ഇപ്പോ പല പല പ്രോഗ്രാംസ് ആയിട്ട് ദുബായിലും അവിടെ ഒരു സമയത്ത് നമ്മളെല്ലാരും വെറുത്ത ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ രേണു ചേച്ചി എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാവരും സ്നേഹിക്കുകയാണ്. ഇപ്പൊ ഈ പുറത്തുള്ള നെഗറ്റീവ് ഒക്കെ അകത്ത് പോയി കഴിഞ്ഞാൽ മാറുമായിരിക്കാം ഒരു പക്ഷേ. അതേപോലെ പോയി കഴിഞ്ഞപ്പോ നമ്മളെ പടം മറന്നു പറയാം. കാരണം നമ്മള് നമ്മുടെ ഒരു ഷാഹിദ് പുത്തൻ ഡയറക്ടറെ വിളിച്ചിട്ട് 3-4 വർക്ക് ഞാൻ ചെയ്തതാണ് ചേച്ചിക്കൊപ്പം. അപ്പൊ ആ ചേച്ചി വേണമെങ്കിൽ ഇപ്പൊ ദുബായിൽ പോയപ്പോഴൊക്കെ എന്നെ റെക്കമെൻഡ് ചെയ്യാറുണ്ട് പേഴ്സണലി, മനസ്സിലായ അങ്ങനെ പോലെ. പക്ഷെ അവരുടെ സ്വന്തം കാര്യം മാത്രം നോക്കിയാണ് പോകുന്നത്, മനസ്സിലായ. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ എന്നെ ഒരുപാട് പേര് ദുബായ്, ബഹ്റിൻ, അമേരിക്ക, ഖത്തർ, പിന്നെന്താ ഓസ്ട്രേലിയ അങ്ങനെ രാജ്യങ്ങളിലൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ കളിയാക്കുകയാണ്. അപ്പൊ അവരോട് എനിക്ക് പറയാനൊരു മെസ്സേജ് ഉണ്ട്, കളിയാക്കുന്നുകൊണ്ട്. കാരണം എനിക്ക് സ്വന്തമായിട്ട് പാസ്പോർട്ട് ഉണ്ട്. ഇപ്പൊ എനിക്ക് എന്റെ വീട് നിൽക്കുന്ന സ്ഥലത്തിന് വിറ്റ് കഴിഞ്ഞാൽ തന്നെ 10-40 ലക്ഷം രൂപ കിട്ടും. ഇപ്പൊ ചെയ്യാന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ആ വീട് മൊത്തത്തിൽ ഇപ്പൊ വീട് മാത്രം റിനോവേറ്റ് ചെയ്തെടുത്തപ്പോ 22 lakhs ആ മൊത്തത്തില്, മനസ്സിലായി. അമ്മ അങ്ങനെ ഒരു നിൽക്കുന്ന ഒരാള് മറ്റേ ടിക്കറ്റ് എടുത്ത് പോകാൻ പറ്റില്ലെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? പോകാൻ പറ്റില്ല. പോകാൻ പറ്റുമോ? പോകാൻ പറ്റും. അതായത് എനിക്ക് പോകാൻ പറ്റില്ല ചോദിക്കണം. ടിക്കറ്റ് എടുത്താൽ പോകാൻ പറ്റില്ലേ? ടിക്കറ്റ് എടുത്താൽ പോകാൻ പറ്റില്ലേ? വിലക്കുണ്ടാ? ഇല്ല. അപ്പൊ അതാണ് ഞാൻ ചോദിക്കുക. അപ്പൊ അവിടെ പറയാനുള്ളത്, ഞാൻ അടുത്ത വർഷങ്ങളിൽ 3 രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നു. 3 രാജ്യങ്ങൾ? ഏതൊക്കെ രാജ്യങ്ങളാണ് പോകാൻ? ബഹ്റിൻ, ദുബായ്, ഖത്തർ. ബാക്കി അമേരിക്ക, ഓസ്ട്രേലിയ പ്ലാനിങ് ഉണ്ട്. പക്ഷെ ഈ 3 രാജ്യങ്ങളിൽ അത് കൂടുതൽ പിടിക്കുന്നത് കളിയാക്കുന്നത്. പരിപാടികളൊക്കെ ഞാൻ ചോദിക്കട്ടെ. അപ്പൊ ഇങ്ങനെ തെറി വിളിക്കുകയൊക്കെ കേൾക്കുമ്പോ എന്തിനാ കോള് കേട്ടുകൊണ്ടിരിക്കുന്നത്? കട്ട് ചെയ്ത് വിട്ടു. കട്ട് ചെയ്തു. ഞാൻ പറഞ്ഞത് ഇങ്ങനെ വരുന്നതുകൊണ്ട് ആദ്യം മാന്യമായിട്ട് സംസാരം. ആദ്യം പറയുന്നത് നമ്മളെ ഒരു പ്രോഗ്രാമിന് വേണ്ടി വിളിക്കുക, അങ്ങനെ പറഞ്ഞായിരിക്കും തുടങ്ങുന്ന കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് സ്വന്തം റിസ്കിലാണ് ഇനി പ്ലാൻ ചെയ്യുന്നത് പോകാനൊക്കെ. ഞാൻ 6 പ്ലാൻ ചെയ്യുന്നുണ്ട്. ഷെയറിൽ പോകാൻ പ്ലാൻ ഇങ്ങനത്തെ ഇതുള്ളതുകൊണ്ടേ ഇതൊരു ടാസ്ക്. ഇപ്പൊ ബിഗ് ബോസിലോട്ട് ഓരോ ടാസ്കുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതേപോലെ തന്നെ റിയൽ ലൈഫിലും എനിക്കൊരു ടാസ്ക് ആണ്. എന്റെ നേരത്തെ ഒരു കല്യാണം എന്ന ടാസ്ക് ആയിരുന്നു. അത് ബേസിൽ ഒരു താല്പര്യമില്ലാത്ത ഞാൻ ടാസ്ക് ഏറ്റെടുക്കുന്നില്ല ഇപ്പൊ തൽക്കാലം. പക്ഷെ ഈ ഒരു ടാസ്ക് ഞാൻ ഗൾഫിലെ ആൾക്കാരോട് ഞാൻ വെല്ലുവിളിക്കുകയാണ്. കാരണം നമ്മള് വരുന്നുണ്ട് ഈ പറയുന്ന ബഹ്റിൻ, ദുബായ്, ഖത്തർ ഈ രാജ്യങ്ങളിൽ എന്ത് സംഭവിച്ചാലും നമ്മളവിടെ പോയി പരിപാടികളല്ല, ഒന്ന് പോയി അവിടെ വിസിറ്റ് ചെയ്യും. ക്യാമറ നോക്കി പറയാമോ? അപ്പൊ ദുബായ്, ബഹ്റിൻ, ഖത്തർ രാജ്യങ്ങളോട് ഞാൻ പറയുകയാണ്, എനിക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ അവിടെ വരും. അവിടെ വന്ന് എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ നോക്കിക്കോളാം ഞാൻ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ ഞാൻ പോകാനായിട്ട് എനിക്ക് തയ്യാറാണ്. കാരണം 1000 ടിക്കറ്റ് അയച്ചു തന്നില്ലെങ്കിലും സ്വന്തമായിട്ട് റിസ്കിൽ ഞാൻ സന്തോഷമായിരിക്കും പോയിരിക്കും. ഇത് ആരുടെ വെല്ലുവിളിയല്ല, ഓരോ മലയാളികളുടെ സ്വപ്നം എന്ന് പറഞ്ഞ പോലെ എന്റെ ഒരു ആഗ്രഹമാണ്. ഇങ്ങനത്തെ ഒരുപാട് പേഴ്സണലി ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ വരുന്നത്. അല്ലാണ്ട് എനിക്ക് ഈ രാജ്യങ്ങളിൽ വരാൻ ബേസിക്കലി വലിയൊരു ആഗ്രഹമല്ല. പക്ഷെ ഭയങ്കരമായിട്ട് കളിയാക്കല് കിട്ടുന്നൊരു ഇതായതുകൊണ്ട് കല്യാണം പോലെ അല്ല ഈ പറയുന്ന രാജ്യങ്ങൾ സന്ദർശിക്കുക എന്നുള്ളത്. കല്യാണം ബേസിക്കലി ഒരു പെൺകുട്ടിക്ക് സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ അത് ഒരു പ്രശ്നം നടക്കുള്ളൂ. പക്ഷെ അതുപോലെ അല്ല ഈ ഒരു രാജ്യങ്ങൾ സന്ദർശിക്കുക എന്നുള്ളത്. നമുക്ക് ഇപ്പോ എയർലൈൻസിൽ പോയിട്ട് പണം കൊടുത്തു കഴിഞ്ഞാല് ഗൾഫിലേക്ക് പോരാം, മനസ്സിലായി. അപ്പൊ അത് ആരും വിളിക്കേണ്ട ആവശ്യമില്ല. എന്റെ പാസ്പോർട്ട് മറ്റേ ഞാൻ കാണിച്ചിട്ട് ചെക്ക് ചെയ്തപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ രാജ്യം വിടാനായിട്ട് വലിയ എന്താ പറയുക കേസും കാര്യങ്ങളൊന്നും ഇല്ല അതിനകത്ത്. അതുകൊണ്ട് തന്നെ എന്തായാലും പോകും. അടുത്തൊരു മാർച്ചിലുള്ള എന്തായാലും പോകാനായിട്ടുള്ള സാധ്യത. നേരത്തെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞത് ഡിസംബറിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടാവും,
നമ്മുടെ നേരത്തെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഡിസംബറിൽ എന്താണ് ഡിസംബറിൽ മാറ്റം ഉണ്ടാവും. എന്താണ് ആ മാറ്റം? ഞാൻ അന്ന് ചോദിച്ചു പറഞ്ഞു സമയാവട്ടെ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗൾഫ് യാത്ര തന്നെ ഡിസംബറിൽ തന്നെ പോകാനായിട്ട് പ്ലാൻ ഉണ്ടോ? ഡിസംബറിൽ ഒരു രാജ്യം സന്ദർശിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പോഴാണ് കളിയാക്കി ഈ ഗൾഫിൽ നിന്ന് ആൾക്കാർ ഗൾഫിൽ നിന്ന് പണം വരുന്നുണ്ട്. വീഡിയോ പ്രൊമോഷൻസ്, ബർത്ത്ഡേ പ്രൊമോഷൻസ്, കല്യാണ വിശ്വസൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോരുത്തർ കാറ് പഠിച്ചതിന്റെ പ്രൊമോഷൻ, ജോലി കിട്ടിയതിന്റെ പ്രൊമോഷൻ, ആ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പേയ്മെന്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. 1000 മുതൽ 3000 വരെയാണ് ഒരു വീഡിയോ മേടിക്കുന്നത്. അപ്പൊ ഒരു ദിവസം കിട്ടുന്ന 13,500 റേറ്റ് മുകളിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പണം വരുന്നുണ്ട് അവിടെ നിന്ന്. പക്ഷെ ഇങ്ങനെയുള്ള കളിയാക്കല് നമുക്ക് വലിയ രീതിയിലുള്ളൊരു താല്പര്യം വരുന്നത്. എന്തിനാണ് വെറുതെ? അവർക്ക് താല്പര്യമില്ലെങ്കിൽ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ചില ആൾക്കാര് നമ്മളിവിടെ ഇന്റർവ്യൂല് പാട്ട് പാടുന്നതിന് പ്രശ്നമൊന്നുമില്ല, പാടിയില്ല നമ്മൾ. അപ്പൊ അപ്പൊ ഈ വിളിക്കുന്ന ആൾക്കാരെ നമ്മളിവിടെ പാട്ട് പാടിക്കാൻ നോക്കി തന്നെ. ഞാനൊരു പാട്ട് പാടി, വെറുതെ തമാശക്ക് വേണ്ടി പാടി. പക്ഷെ നമ്മള് ആകെ ആവേശം, ആകെ ഉല്ലാസം, ആവേശത്തില് പാട്ട്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെയും പാടാൻ പറഞ്ഞപ്പോ നമ്മള് ആ ഒരു ഫോൺ കോൾ കട്ടാക്കി. കാരണം അത് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്റെ മാനേജർ വിളിച്ചപ്പോ വേറൊരു ആണെടുത്ത്. ആദ്യം പെൺകുട്ടിയെ സംസാരിച്ചത്, ഞങ്ങളുടെ ഒരു സൗണ്ടൊക്കെ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു ആണ് ഫോൺ എടുത്തിട്ട് വർത്താനം പറഞ്ഞിട്ട് ഭയങ്കര തേര് വിളിച്ചു എന്റെ മാനേജറിന്. അപ്പോഴൊക്കെ എനിക്ക് ഒരു ഈ ഒരു സ്ഥലത്തേക്ക്, ഈ ഒരു സ്ഥലമല്ല, അത് ഓസ്ട്രേലിയയാണ്. പക്ഷെ ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യങ്ങളിൽ സന്ദർശിക്കുന്ന ഒരു വാശി വന്നത് ആ ഫോൺ കോളിലൂടെയാണ്. കാരണം ഈ എന്താ പറയാ, ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡൻ വിസ പോലും വേണ്ട. ഇപ്പൊ തൽക്കാലം വിസിറ്റിംഗ് വിസയിൽ പോകേണ്ട ആർക്കും പോവാം. മനസ്സിലായി? നമുക്ക് ജോലിക്ക് വേണ്ടി എനിക്ക് ഓഫർ വന്നിട്ട് ഞാൻ പോയിട്ടില്ല. ബഹറിലൊക്കെ എനിക്ക് ഓഫർ വന്ന എന്ത് ജോലിയായിരുന്നു? സാധാ വർക്ക് ചെയ്യാനുള്ള ഹെൽപ്പറായിട്ടൊക്കെ നിൽക്കാനുള്ള എന്റെ ഫാദർ വഴി എനിക്ക് വന്നത്. അപ്പൊ അത് ഞാൻ വേണ്ടെന്ന് വെച്ചാൽ എനിക്കത് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഈ സിനിമയായിട്ട് മുന്നോട്ട് പോകാൻ അത് തന്നെയാണ് പ്ലാൻ? സിനിമയായിട്ട് മാത്രമല്ല, ഞാൻ പറയട്ടെ, ഈ പറയുന്ന സിനിമ എന്ന് പറയുന്നത് ഒരു ടെമ്പററി വർക്കായിട്ട് തോന്നുന്നില്ലേ? എന്നാലും നമുക്ക് സൈഡിൽ നോക്കുമ്പോ ഒരു പെർമനന്റ് ആയിട്ട് ഒരു വർക്ക് ആവശ്യമാണല്ലോ. അതിലേക്ക് ഞാൻ കിടക്കുന്നു. അതിലേക്ക് ഞാൻ പറയാം. അതിനുവേണ്ടി നമ്മള് ഇപ്പോ പണം ഉണ്ടാക്കും, അല്ലെങ്കിൽ പണം നഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് ബിസിനസ്, കച്ചവടം. അപ്പൊ അതിലേക്ക് ഞാൻ പ്ലാനിങ് ഉണ്ട്. ഇപ്പൊ കണ്ണകി എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തേക്ക് എന്നെ ബ്രെയിൻ വാഷ് ചെയ്തായിരുന്നു ഇങ്ങനത്തെ സംഭവം ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ ഡ്രസ് ഷോപ്പിന്റെ, ഹോട്ടല്, ബേക്കറി, ബുക്ക് സ്റ്റാള്, പിന്നെ എന്താ പറയാ, അങ്ങനത്തെ പല സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇതൊക്കെ ഓരോ ടൈം ബൈ ടൈം ആയിട്ടുള്ള വരുന്നത്. ആദ്യം ഒരു ചെറിയ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ, KJP ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ പ്ലാനിങ് ഉണ്ട്. അപ്പൊ അതാണുള്ളൊരു ഫസ്റ്റ് സോഴ്സ്. അപ്പൊ അമ്മേനൊക്കെ വെച്ച് അത് നോക്കി ബിസിനസ് ചെയ്യാൻ പറയുക. മനസ്സിലായോ? ഇപ്പൊ റീസെന്റ് ആയിട്ട് ഉണ്ടായ ഒരു ഇഷ്യൂ ആയിരുന്നു പ്രൊഡ്യൂസർ ബാദുഷാനെ കുറിച്ച്. അപ്പോ ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇഷ്യൂനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന എന്താ പറയാ, ഒരു സിനിമയുടെ പേര് പറഞ്ഞില്ലേ പുള്ളി, പുള്ളിയാ, നമുക്ക് മെൻഷൻ ചെയ്യണ്ട, മറ്റേ എന്താ പറയാ, ഹരീഷേട്ടൻ പറഞ്ഞ സിനിമയുടെ ഒരു 2 വർഷം മുന്നേ തോന്നുന്നു. ആ വർഷം പറയാണ്ട് ഈ വർഷം വന്ന് പറഞ്ഞിട്ട് ഈ 2026 വരെ വെയിറ്റ് ചെയ്തെന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? ഒരു വ്യക്തിയെ കരിവാരത്തേക്കാൻ പറ്റും, പക്ഷെ പുള്ളിയെ എത്ര ഒരു കളിയാക്കിയാലും പുള്ളിയുടെ താഴത്ത് വരെ തന്നെ ഇപ്പൊ ഭയങ്കര തരുടിയായിരുന്നു. നോക്കിയപ്പോ കഴിഞ്ഞ മാസം 10 ദിവസം റിലീസ് ചെയ്യുന്ന പടം ഉണ്ടല്ലോ, മറ്റേ 100 റോസിന്റെ പടം റേച്ചലിന്റെ ട്രെയിലറിന്റെ താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് തരുകയാ. അപ്പൊ ഞാൻ ഓർത്ത് എന്താ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്. കാരണം പുള്ളിക്ക് ആ ഒരു ടൈമിൽ പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടാണല്ലോ, പുള്ളിക്കാരന്റെ ആ പുതിയ പടം ഇറങ്ങാൻ വേണ്ടി ആ ഒരു സെൻസേഷണൽ ആക്കാൻ വേണ്ടി ചെയ്തായിരിക്കും പുള്ളി. ആണല്ലേ? അങ്ങനെയാണ് പെരേരയ്ക്ക് തോന്നുന്നത്. നിങ്ങൾ കണ്ട് സംസാരിച്ച അറിയില്ല. പക്ഷെ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പണം തിരിച്ചു കൊടുക്കട്ടെ. പക്ഷെ പുള്ളിയായിട്ടുള്ള പ്രശ്നം തീരട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റും. വേറെ സൈഡിൽ നിൽക്കാൻ വേണ്ടി പറ്റൂല. പക്ഷെ എന്നാലും ഞാൻ കൂടുതലും ബാദുഷയുടെ സൈഡിലാണ്. കാരണം പുള്ളിക്കാരൻ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നേരത്തെ പറയാറുണ്ട്. ഇത്രയും വർഷം 2-3 വർഷം ഗ്യാപ്പില്ലാണ്ട് ഇപ്പൊ വന്നിട്ട് ഒരു സിനിമയുടെ പ്രസ് മീറ്റ് വന്നപ്പോ പറയേണ്ട ആവശ്യമല്ല. അത് സിനിമയ്ക്ക് നെഗറ്റീവായിട്ട് ബാധിക്കും. അത് പടത്തിന് വേണമെങ്കിൽ ആൾ കയറാണ്ടിരിക്കും, കയറുമായിരിക്കാം. പക്ഷെ പുള്ളിനെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ പുള്ളിയെ വെച്ച് ചെയ്യും. സിനിമ എന്ന് പറഞ്ഞ ആർക്കും ചെയ്യാം. മനസ്സിലായോ? ഇപ്പൊ 300 സിനിമ ഇറങ്ങുന്നുണ്ട്, 300-350 സിനിമ ഒരു വർഷം ഇറങ്ങുന്നുണ്ട്. എത്ര പടങ്ങൾ വിജയിക്കുന്നു എന്നാണ് പറയേണ്ടത്. ഇപ്പൊ 300 സിനിമ ഉണ്ടെങ്കിൽ അതിൽ 100 തന്നെ, അല്ലെങ്കിൽ 10-15 എണ്ണം വിജയിക്കണം. ബാക്കി പടങ്ങളെല്ലാം
പരാജയമാണ്. അപ്പൊ അതിന്റെയൊക്കെ ഈ പണം എവിടെ കണ്ടെത്തണം അവര്? എവിടുന്ന് കണ്ടെത്തും? ഇപ്പൊ പല ആൾക്കാരും ബ്ലാക്ക് മണി വൈറ്റ് ആക്കാൻ വേണ്ടിയാണ് പണം ചെയ്യുന്നത് പറയുന്നുണ്ട്. അതൊക്കെ ചിലക്ക് സത്യമായിരിക്കാം, എനിക്കറിയില്ല. എന്നാലും അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം. ഓക്കെ, ഇപ്പൊ അമ്മയില് ഇത് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അമ്മയില് പ്രശ്നങ്ങളാ. ചില ആൾക്കാർ എന്നോട് പേഴ്സണലി ചോദിക്കണോണ്ടാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത്. കാരണം AMM എന്ന് പറഞ്ഞ ഒരു അസോസിയേഷനിൽ സിനിമയിൽ തന്നെ ഒരു 1.5 മണിക്കൂർ സീൻ വേണം. അപ്പൊ നമ്മള് ഒരു ചെറിയ സീക്വൻസ് ചെയ്ത് പോകുന്നേ ഉള്ളു. 1-2 പടങ്ങൾ അടുത്ത വർഷത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം ആ ഒരു പ്രൊഡ്യൂസർ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു പ്രൊഡക്ഷൻ സിനിമ ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യണ്ടേ, ഇറക്കണ്ടേ തിയേറ്ററിൽ. അപ്പൊ അതിനുള്ളൊരു ഫണ്ട് റിലീസ് ചെയ്യാൻ നമ്മള് ചെയ്തു വെച്ച പടങ്ങളെ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ പടം ഉണ്ടല്ലോ, അപ്പൊ അതിനുശേഷം 1-2 പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും അടുത്ത വർഷത്തേക്ക് വെച്ചേക്കാണ്. ഓക്കെ, അപ്പൊ ഇപ്പോഴേ ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് അതില് ജോയിൻ ചെയ്യാൻ പറ്റില്ല. AMM അതിൽ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ സീൻ ക്യാരക്ടർ ചെയ്യണമെന്ന് പറയുമ്പോ അങ്ങനെ ഒരു ക്യാരക്ടർ അലിന്ന് ചൂസ് ചെയ്യാൻ പറ്റില്ലേ? ഇത്രയും ക്യാരക്ടേഴ്സ് എനിക്ക് വരുന്നുണ്ട്, നല്ല കഥകൾ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് വരുന്നത് ബാഹുബലിയുള്ള സാധനങ്ങൾ എടുത്ത സാധനങ്ങളൊക്കെ ഇടയിലേക്ക് കഥ പറയാൻ കുറെ പേര് മെസ്സേജ്. പക്ഷെ അങ്ങനെ നെഗറ്റീവ് ഷീലുള്ള ഇപ്പോ എന്താ പറയാ സൈക്കോ ഷെമ്മിയില്ലേ, അപ്പൊ അതുപോലത്തെ ക്യാരക്ടറൊക്കെ അത് എനിക്ക് പറ്റത്തില്ല. അതിലെ തന്നെ അതിലേക്ക് ഞാൻ ചെയ്യുന്ന സംഭവങ്ങള് ഇത്തിരി സീരിയസ്, ഡോക്ടർ സീരിയസ് പിടിച്ചല്ലോ, അതേ ലൈനിലോ സീരിയസ് ആണെങ്കിൽ കുഴപ്പമില്ല. പക്കാ ഒരു വില്ലൻ ക്യാരക്ടർ. പറയട്ടെ, ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ ക്യാരക്ടറും ചെയ്യാനായിട്ട് നല്ല സ്റ്റാർട്ടപ്പ് കോമഡി എന്നൊന്നും സീരിയസിലേക്ക് ഇപ്പൊ ഷാജു ചേട്ടനാണെങ്കിൽ കലാഭവൻ ഷാജു ചേട്ടനെ പണ്ട് ദൃശ്യത്തിന് മുന്നേ കോമഡിയിലായിരുന്നില്ലേ. ഇപ്പൊ മൈ ബോസ് ആണെങ്കിലും താപ്പാനിലാണെങ്കിലും അല്ലെ, താപ്പാനാണ് മെയിൻ ആയിട്ട് മമ്മൂക്കന്റെ ലൈറ്റ് ഹാൻഡ് ആയിട്ട് വന്നത്. പക്ഷെ അതിനുശേഷം ദൃശ്യത്തിലൂടെ നല്ല ഇത് കിട്ടിയില്ല. അപ്പൊ അതേപോലത്തെ ഒരു കോമഡിയിൽ നിന്നും സീരിയസിലേക്ക് വരാൻ താല്പര്യം. അല്ലാതെ സീരിയസ് ചെയ്യുന്ന എന്നെ വെച്ച് ഇപ്പൊ സീരിയസ് കഴിഞ്ഞാൽ ചിരിക്കുള്ള ആൾക്കാർ ഇല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, പണ്ട് കാലത്ത് സീരിയസ് ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന പലരും മറ്റേ എല്ലാരും വെറുപ്പിച്ചുകൊണ്ടിരുന്ന എല്ലാവരും ഇപ്പൊ കോമഡി ക്യാരക്ടേഴ്സ് നമ്മളെല്ലാരും കാണുന്നുണ്ടല്ലോ. അപ്പൊ അതേപോലെ ഒരു ഇതിലേക്ക് വന്നൂടെ? എന്നെ വെച്ച് അത് എന്താ പറയാ ഒരു വർക്ക്ഷോപ്പ് ഒക്കെ തന്നെ ചിലപ്പോ ചെയ്യാൻ പറ്റും. ആക്ടിംഗ് വർക്ക്ഷോപ്പ് ഒക്കെ ചിലപ്പോ കിട്ടാറുണ്ടോ? ആക്ടിംഗ് വർക്ക്ഷോപ്പ് പണ്ട് പോയിട്ടുണ്ട്, ഇന്നല്ല കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഇങ്ങനെ ആക്ടിംഗ്. ആണല്ലേ? ഇപ്പൊ ഒരു ആക്ടർ ആണല്ലോ പെരേര. അപ്പൊ നവരസങ്ങൾ അതാണ് നമ്മള് ചെയ്യാനായിട്ട് പോകുന്നത്. നവരസങ്ങൾ ഒന്ന് കാണിക്കാമോ? 9 രസവും കാണിക്കണം. ഹാസ്യം, രൗദ്രം. രൗദ്രാണോ? ഭീവത്സ്യം. കാണിക്കട്ടെ. ഹാസ്യം. കണ്ടും നോക്കാവോ? ഓക്കെ, ഇപ്പൊ അലൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച പല ഇതുണ്ടാവുമല്ലോ നവരസങ്ങള്. അതേത് രസം? ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പല ഇത് കാണിക്കുന്നത്. ഒന്ന് കാണിക്കാമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട്? ആ സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചായിരുന്നു. അപ്പൊ കാവ്യയുടെ വോയിസ് ചെയ്യാൻ പറഞ്ഞപ്പോ അന്ന് മൈക്ക് വേണോന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ മൈക്ക് കൊടുത്തു. അത് നേരത്തെ ചെയ്തു. ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞപ്പോ അത് ആ സമയത്ത് വരുള്ളൂ. ഞാൻ എന്താ ചെയ്യണ്ടേ പെരേര? ആ, ഒരു ആക്ടറിന്റെ സമയത്ത് നമ്മള് ഇപ്പൊ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറഞ്ഞാ അപ്പൊ തന്നെ ചെയ്യണം. ഞാനൊരു ആക്ടറിന് തരട്ടെ. ഇപ്പം പറഞ്ഞല്ലോ CID മൂസ റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതുപോലെ പിന്നെ ഏതൊക്കെയോ രാമലീല ചെയ്യാൻ പോവാണ്. നമ്മുടെ മമ്മൂക്കാനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല പെരേര. അപ്പൊ മമ്മൂക്കാടെ ഏതെങ്കിലും ഒരു നല്ല ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് എന്ന് പറയാനായിട്ട് സാധിക്കും? അങ്ങനെ ഏതെങ്കിലും ഒരു ഡയലോഗ് പറഞ്ഞാൽ മതി. പഴശ്ശിരാജ. പഴശ്ശിയുടെ യുദ്ധം കമ്പനി കാണാൻ അത്രേ ഉള്ളോ? കുറച്ചും കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിട്ട് ഒന്ന് സെറ്റ് ആയിട്ട് മധുരാജയുടെ പറയുകയാണെങ്കിൽ പറഞ്ഞു.
ഗ്രാസ് ആൻഡ് ജിഞ്ചർ. ഒരു ചുക്കും സംഭവിക്കില്ല, കോപ്പ് സംഭവിക്കില്ല. ഓക്കെ, അടുത്തത് ഇത്രയുള്ളേ. രാജാ സൊല്ലുവാ സൈവ സൈവ മട്ടുണ്ടാ സൊല്ലു. ഓക്കെ, വേറെ ഇനി ഷമ്മീനെ കാണിക്കാൻ പറഞ്ഞ ചെയ്യോ? ഇല്ല, അത് വേണ്ടതാ. അത് വേണ്ട. ഓക്കെ, അപ്പോ ഇനി വരാനിരിക്കുന്ന പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? വരാൻ പോകുന്നത് ഇപ്പൊ പോലീസ് സബ്ജക്ട് ഒരെണ്ണം പ്ലാൻ ചെയ്യുന്നുണ്ട്. CA ഡേവിഡ് ജോൺ മാസാണ് ടൈറ്റില്. CA ഡേവിഡ് ജോൺ മാസാണ്. ഓക്കെ, ഞാൻ തന്നെ CA. ഞാൻ തന്നെ. ഓക്കെ, പിന്നെ ക്രിസ്മസ് അപ്പൂപ്പൻ സാന്റ. അതും ക്രിസ്മസ് അപ്പൂപ്പൻ സാന്റ ഞാൻ തന്നെയാണല്ലോ അല്ലെ? സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് ഉണ്ട്. ഓക്കെ, എന്താണ് സർപ്രൈസ്? അത് സർപ്രൈസ് ഉണ്ട്. ഓക്കെ, നമുക്ക് വേണ്ടി അത് ഇതിലൂടെ റിവീൽ ചെയ്യാം. പമ്പ ഉണ്ടാവുമായിരിക്കും. പിന്നെ ചെയ്യുന്നത് ഹരിയേട്ടന്റെ ഭാര്യ തയ്യൽക്കാരിയാണ്. ഹരിയേട്ടന്റെ ഭാര്യ ഇത് ആര് ഈ ടൈറ്റിലൊക്കെ കണ്ടുപിടിക്കുന്നത്? ഞാൻ തന്നെയാണ്. എന്തെങ്കിലും ഗൂഗിൾ ചാറ്റ് ആയിട്ട് ചോദിക്കോ? അതെങ്ങനെ ഇരുന്ന് എഴുതുമ്പോ കിട്ടുന്നതല്ല. നമുക്ക് ഏതാണ് പ്രേക്ഷകർക്ക് വേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കും. ഏതൊരു പ്രൊഫഷൻ എടുത്താലാണ് ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവും, കാണാൻ പറ്റുന്നത്. ഓരോരുത്തരുടെ ജീവിതം നമ്മൾ പഠിച്ചിട്ടാണ് നമ്മൾ ഓരോ സാധനങ്ങളും നോക്കുന്നത്. ഇപ്പൊ മീൻകാരുടെ ജീവിതമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു സമയത്തിൽ ആ ടൈറ്റിൽ കിട്ടുള്ളൂ. പമ്പയുടെ അടുത്ത പ്രോജക്ട്സ് എന്താണ്? ഞാൻ നെക്സ്റ്റ് ഒരു പ്രോജക്റ്റ് ഒന്നും ചെയ്യുന്നുണ്ട്. അത് തീരുമാനിച്ചിട്ടില്ല. AJPയുടെ കൂടെ അല്ല, രേണുവിന്റെ കൂടെ ആയിരിക്കും. ഓർപ്പിച്ചിട്ടില്ല, ഡിസ്കഷൻ സ്റ്റേജിൽ. അപ്പൊ അത് നെക്സ്റ്റ് വീക്ക് ആയിരിക്കും ഷൂട്ട് എന്നാണ് അവര് പറയുന്നത്. പണ്ട് ഒരു പടത്തിലെ തന്നെ പാട്ടാണ്, മറ്റേ പടത്തിന്റെ പേര് എനിക്ക് ഓർക്കണില്ല, കള്ളന പകുതി അതിലെ പാട്ടാ. അല്ല, പാട്ട അറിയാമെങ്കിൽ പാടിക്കോട്ടെ. പാട്ടെ ഉണ്ണിയേശു മണ്ണിന്ന് വന്ന ശാന്തരാത്രി, നന്മ മണ്ണിലവതരിച്ച പുണ്യരാത്രി, ഒന്നു ചേർന്ന് പാടണം ഹല്ലേലൂയ ഹല്ലേലൂയ. കാലിത്തൊഴുത്തിൽ പൂജാതനായി വന്നവനെ, സഹനത്തിൻ വീര നിൻ തിരുക്കാട്ടിൽ വെട്ടം തെളിച്ചവനെ. ഉണ്ണിയേശു മണ്ണിൽ നിന്ന് വന്ന ശാന്തരാത്രി, നന്മ മണ്ണിൽ അവതരിച്ച പുണ്യരാത്രി, ഒന്നു ചേർന്ന് പാടിയണം ഹല്ലേലൂയ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ എല്ലാരും കേട്ടിട്ടുള്ള ഒരു പാട്ടാണ്. ഇപ്പൊ പറഞ്ഞ പോലെ ജിംഗിൾ ബെൽസ്. രണ്ടുപേരും ഒരുമിച്ചൊന്ന് പാടാനായിട്ട് പറ്റുമോ? ആദ്യത്തെ രണ്ടൊരു പാടാം, ബാക്കി പാടട്ടെ. രണ്ടുപേരും ഒരുമിച്ച് പാടിക്കോ? പഠിക്കോ? ജിംഗിൾ ഞാൻ പാടിട്ട് ബാക്കി പഠിക്കും. രണ്ടുപേരും അറിയാതെ പാടാം. ജിംഗിൾ ബെൽസ് ജിംഗിൾ ബെൽസ് jingle all the way. Oh, what fun is to ride in a one-horse open sleigh. Hey, jingle bells, jingle all the way. Oh, what fun is to ride in a one-horse open sleigh. Dashing through the snow in a one-horse open sleigh. Oh, what fun is to ride and sing. ഓക്കെ, അടിപൊളിയായിട്ട് പാടുന്നുണ്ടല്ലോ. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. സോങ് അറിയോ? കുറച്ചൊക്കെ പഠിക്കും. എന്തായാലും ക്രിസ്മസ് അതെ. പൈതലാ യേശുവേ, ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ, ഉന്നതഹർത്തിൽ യേശുനാഥൻ പിറന്നു. ലാലാലാ ലാലാലാ ലാലാലാ. ആഹാ ആഹാ. താലപ്പൊലിയാൻ തമ്പുരു മീട്ടുവാൻ, താരാട്ടു പാടി ഉണർത്തിടുവാൻ, താരാഗണങ്ങളായി ഓക്കെ, അടിപൊളിയായിരുന്നു. അപ്പൊ എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു മെരി ക്രിസ്മസ് വിഷസ് കൂടി പറഞ്ഞോളൂ. അപ്പൊ ഏവർക്കും ക്രിസ്മസിന്റെ എല്ലാ ആശംസകളും. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ കൂടി പറഞ്ഞു. അപ്പോ അലൻ ജോസ് മേരനെ ഇഷ്ടപ്പെടുകയും എല്ലാം ചെയ്യുന്ന എല്ലാവർക്കും നന്മയും നല്ലൊരു
ഉണർവ് ഉള്ള ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ആശംസ. ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ, ആൻഡ് ഹാപ്പി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. ഓക്കെ, അപ്പൊ എന്തായാലും രണ്ടുപേരും നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ വരെ എത്തിയതിനും ഇത്രയും സമയം തന്നതിനും ഒരുപാട് താങ്ക് യു. ഇനിയും രണ്ടുപേർക്കും നല്ലൊരു ക്രിസ്മസും അതുപോലെ തന്നെ നല്ലൊരു വർഷമായിരിക്കട്ടെ 2026 എന്ന് ഞങ്ങൾ ടീമും ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.